പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ദൈവരാജ്യത്തിൻ്റെ ആദ്യം മുതൽ അല്ലെങ്കിൽ ദൈവാനുഭവത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തെറ്റിദ്ധാരണയാണ് എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാന കാരണം. ആദം ഔവ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ആദം ഔവയും അല്ല പ്രശ്നം, തെറ്റിദ്ധരിപ്പിച്ചതാണ് പ്രശ്നം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം വിപരീത അനുഭവങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരോട് തന്നെ ഒരു ശത്രുതാ മനോഭാവമാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുക. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവർക്ക് എപ്പോഴും കുറ്റം ജീവിത പങ്കാളിയായിരിക്കും. എന്നാൽ ദൈവരാജ്യാനുഭവം ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ജീവിത പങ്കാളിയല്ല കുഴപ്പം, അവളിലേക്ക് അവനിലേക്ക് പ്രവേശിച്ച തിന്മയാണ്. ആ തിന്മയ്ക്ക് വലിയ അപകടമാണ്, തിന്മയെ നശിപ്പിക്കും. അതിനുവേണ്ടി തന്നെയാണ് ദൈവം വന്നിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഒരു ചെറിയ കുഞ്ഞു തെറ്റുകൾ കൊണ്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ചിലപ്പോൾ നമ്മുടെ തന്നെ ബന്ധങ്ങളായിരിക്കാം. അവരെ ആരെയും വെറുക്കാതിരിക്കാൻ നമുക്ക് ഒരു വലിയ ചിന്തയുണ്ടാകണം. ഇത് അവനല്ല അവളല്ല കാരണം, മറിച്ച് അവളെ ഇപ്പോൾ സ്വാധീനിച്ച തിന്മയാണ്. അതുകൊണ്ട് തിന്മയെ നമുക്ക് എതിർക്കാം. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണിക്കാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.